പോലത്തെ വയസ്സായ കുട്ടികളാണെന്ന് അറിയില്ല. എന്നാലും മണി സൗദി അറേബ്യയിലെ 2:20 അടുത്തിട്ടുണ്ട്. കൂടുതൽ സമയം അതും ഇതും പറഞ്ഞിട്ട് സമയം വൈകുന്നതിൽ അർത്ഥമില്ല. പിന്നെ മുടിയന്മാരൊക്കെ അവിടെ ഇരുത്തിയാൽ മതി. മമ്മൂട്ടിക്ക നല്ല ഒരു കപ്പ് ചായ ഒക്കെ കൊടുത്തിട്ടേ. അവർക്കിപ്പോ വിഷയം നമ്മുടെ എന്താണ് ദർശന ചാനലാണ്. അതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെ മറുഭാഗത്ത് നടക്കുന്നുണ്ട് ഒക്കെ മൂടിയേക്കാണ്. അതൊന്നും വിഷയമല്ല അല്ലെ. കാരണം ഈമാൻ സലാമത്താവാതെ മരിച്ചു പോകേണ്ട കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. മുർത്തദ്ദായി പോകുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും വിഷയമല്ല. ഇപ്പൊ അവർക്ക് പ്രശ്നം നമ്മൾ ചാനലാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ചെയ്യാ? അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ അടുത്തതായി നടക്കാൻ വേണ്ടി പോകുന്നത് കുരുന്നുകൂട്ടം പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഇൻഷാ അല്ലാഹ് കുരുന്നുകൂട്ടം പരിപാടി ആരംഭിക്കുകയാണ്. അതുമായി ഒരു 2 വരി പാട്ട് ഞാൻ പാടിയിട്ട് നമുക്കത് ആരംഭം കുറിക്കാം. അല്ല നല്ലത്? എല്ലാവർക്കും സമ്മതമല്ലേ? ഒരു 4 വരി പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? അതാണ് നല്ലത്. കുട്ടികൾക്ക് റെഡിയായില്ലേ? നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ വന്നോളി അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ കൈപ്പൊക്കി വന്നാലും. പിന്നെ ഇപ്പോ വെക്കേഷൻ സമയമാണല്ലോ, ചിലപ്പോ കുട്ടികളൊക്കെ നാട്ടിലും അവിടെ ഇവിടെയും എക്സാമിനൊക്കെ കഴിഞ്ഞ് ആ ചൂട്ടിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും കുട്ടികൾ കൂടുതൽ കാണാത്തത്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ കവലപ്രസംഗം പിന്നെ നടത്തുന്നില്ല. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയുകയാണ്. ഞാൻ ആദ്യം ഒരു 4 വരി ഉദ്ഘാടനം ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കുട്ടികളെ ആർക്കും പാടാം. മുടിക്കുട്ടികൾക്കും പാടാം, ഒരു പ്രശ്നമില്ല. പക്ഷെ മൈക്കെടുത്ത് വേറൊന്നും കവലപ്രസംഗം നടത്തരുത്. അത്രേ ഉള്ളൂ. പാട്ട് പാടാൻ എല്ലാവരും വരിക. നമ്മുടെ മുടിക്കുട്ടികളും മുടി അല്ലാത്തവരെയും എല്ലാവർക്കും വരാം. വെള്ളം മുടിയിട്ട് വെള്ളം കുടിച്ചവർക്കൊക്കെ വന്ന് പാടാൻ ഇവിടെ ഒരു പ്രശ്നമില്ല ഇൻഷാ അല്ലാഹ്. എന്നാലും പിന്നെ ഞാൻ 4 വരി പാടിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ കുട്ടികളെ പരിപാടിയിലേക്ക് ക്ഷണിക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മണിമുത്ത് റസൂലിന്റെ പിരീശപ്പൂങ്കനിയല്ലേ, മഹദി ആയിഷ ബീവി നറുമലമേകുമലരല്ലേ. മണിമുത്ത് റസൂലിന്റെ പിരീശപ്പൂങ്കനിയല്ലേ, മഹദി ആയിഷ ബീവി നറുമലമേകുമലരല്ലേ. സിദ്ദീഖിൻ പൊലിവാനേ സൗഭാഗ്യനിധിയാനേ, സിദ്ദീഖിൻ പൊലിവാനേ സൗഭാഗ്യനിധിയാനേ. ഹദീസുകൾ റിവായത്ത് നടത്തിയ കുളലാനേ, ഹദീസുകൾ റിവായത്ത് നടത്തിയ കുളലാനേ. വനിതകൾ കടങ്കലും വഴി കാട്ടി വേറാനേ, വനിതകൾ കടങ്കലും വഴി കാട്ടി വേറാനേ. മണിമുത്ത് റസൂലിന്റെ പിരീശപ്പൂങ്കനിയല്ലേ, മഹദി ആയിഷ ബീവി നറുമലമേകുമലരല്ലേ. മണിമുത്ത് റസൂലിന്റെ പിരീശപ്പൂങ്കനിയല്ലേ, മഹദി ആയിഷ ബീവി നറുമലമേകുമലരല്ലേ. ഓക്കെ, എന്തായാലും പിന്നെ ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തതായി മലപ്പുറം കുട്ടിയല്ലേ, എന്നാലും മൈക്കിൽ വന്നോളൂ ഇൻഷാ അല്ലാഹ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. എന്റെ പേര് യാസിൻ.
ഞാനൊരു പാട്ട് പാടാണ്. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹ്. തങ്ങൾ ജനിച്ചൊരു നാടേത്? അറബി നാട്ടിലെ മക്കത്ത്. തങ്ങൾ ജനിച്ചൊരു നാളേത്? റബീഉൽ അവ്വൽ 12. തങ്ങൾ ജനിച്ചൊരു നാടേത്? തങ്ങൾ യവന വഫാത്തായി. തന്റെ വഫാത്ത് മദീനത്ത്. നബിയുടെ ഉപ്പയെ അറിയാമോ? അബ്ദുല്ലാഹി റളിയല്ലാഹ്. നബിയുടെ ഉമ്മയെ അറിയാമോ? ആമിന ബീബി റളിയല്ലാഹ്. നബിയെ കാണാൻ കൊതിയുണ്ടോ? കാണാൻ എത്ര കൊതിയുണ്ട്. പുണ്യ മദീനയിൽ പോയെങ്കിൽ റൗളയിൽ നബിയെ കാണാലോ. മരണം വന്നിടു മുമ്പായി റൗളയിൽ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, പേര് പറഞ്ഞ യാസിർ അല്ലേ? യാസിർ മോൻ. വളരെ നന്നായിട്ടുണ്ട് മോനെ. നല്ല പാട്ടാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ടുള്ള എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത് മോന് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? യാസിർ മോൻ. യാസീൻ ആണല്ലേ? യാസിർ അല്ല, യാസീൻ. 1ാം ക്ലാസ്സിലാ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. വളരെ നന്നായിട്ടുണ്ട് കേട്ടാ. ഇനിയും നല്ല നല്ല പാട്ടുകളുമായി നമ്മുടെ പിന്നെ ക്ലാസ് റൂമിൽ വരണം. കേട്ടില്ലേ? വളരെ നന്നായിട്ടുണ്ടാ. എന്ന് ഒരു പാട്ടും കൂടി തപ്പി പിന്നെ റെഡിയായിട്ട് നിൽക്കണം മോന്. സാലിഹ് ഒറ്റപ്പാലം കുട്ടിയാണോ? ഒന്ന് കുട്ടികളൊക്കെ ഒന്ന് കൈപൊക്കി വരി. എന്താ മടിച്ചു നിൽക്കരുത്. എല്ലാവരും മൈക്കിലേക്ക് വരിക. മലപ്പുറവൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പഠിത്തത്തിലൊക്കെ നല്ല ഉയർച്ച നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആഫിയത്തോടുകൂടിയുള്ള ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾക്ക് പിന്നെ നല്ല മാതാപിതാക്കളൊക്കെ നല്ല രീതിയിൽ നല്ല പ്രാർത്ഥനകളൊക്കെ നടത്തി നല്ല ഉന്നതരായ കുട്ടികളിൽ അല്ലാഹു ഉൾപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പാട്ടുമായി വന്നിട്ടുണ്ട് മോന്. പിന്നെ സാലിഹ് ഒറ്റപ്പാണ് കൈപൊക്കി വന്നിരുന്നു, കുട്ടിയല്ല എന്ന് തോന്നുന്നു. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് മലപ്പുറം വീണ്ടും നമ്മുടെ യാസീൻ മൈക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. കാരണം കൂടുതൽ ദീർഘിപ്പിച്ച കുട്ടികൾക്കൊരു വിഷമമുണ്ടാവും. അതുകൊണ്ട് അതും ഇതും പറഞ്ഞ് ദീർഘിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് യാസീനിന് വേണ്ടി മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. മദ്രസയിലൊരു സ്പോർട്സ് ഉണ്ട്, അതിന് പോവാൻ നിൽക്കാണ്. ഒരു പാട്ടും കൂടി പാടാനുണ്ട്. മദ്രസ എന്ന മലർവാട് മനനിറയുന്നൊരു പൂവാട് എൽമൻ മധുരം നുകരാനർത്ഥം ഇടമാണല്ലോ വിധം ചൂടി നേരത്തെ നാം എത്തണം നേര് പറഞ്ഞു പഠിക്കണം ഉസ്താദിന്റെ കൽപ്പനകൾ ഉത്തമമായി എടുക്കണം. മദ്രസ എന്ന മലർവാടി മനനിറയുന്നൊരു പൂവാടി ഇൽമിൻ മധുരം നുകരാനത്ത് ഇടമാണല്ലോ വിധം ചൂടി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായിരുന്നാലും നല്ല ഒരു പാട്ട് വീണ്ടും നമ്മുടെ യാസീൻ മോൻ വന്ന് പാടിയിട്ടുണ്ട്. എന്താ മോന് സ്പോർട്സ് അല്ലെ? സ്പോർട്സിന് പോകാനുണ്ട് എന്നല്ല പറഞ്ഞത്?
അല്ല, എന്താണ് സ്കൂളിൽ സ്പോർട്സ്? എന്താ ഏത് പിന്നെ വിഭാഗത്തിലാണ് സ്പോർട്സ്? എന്താണ് സ്പോർട്സ് സ്കൂളില്? മദ്രസയിലാ? എന്താ സ്പോർട്സ്? എന്താ സ്പോർട്സ് മോന്റെ? ഇൻഷാ അല്ലാഹ് അള്ളാഹു വിജയത്തിലാക്കട്ടെ. ആ സ്പോർട്സിൽ നല്ല ഒരു വിജയം കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഓട്ടാണോ? മാഷാ അല്ലാഹ്, അത് ശരി. അപ്പൊ ആള് ഓട്ടക്കാരനാണല്ലേ? ധാരണ നന്നായി. രണ്ടാമതും പിന്നെ പാടിയ പാട്ടും വളരെ ഉഷാറായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല പാട്ടുകളുമായി പിന്നെ മുന്നോട്ട് വരണം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കുടുംബത്തിന് ഐശ്വര്യം ചൊരിച്ചു തരട്ടെ. ഇത്രയും നമുക്ക് ഈ പാട്ടുകളൊക്കെ പാടിയാലേ നമുക്ക് ഇവിടുന്ന് ഇതിങ്ങനെ ഒരു ഡെസ്കിലിരുന്നൊരു പൂവും പിന്നെ എന്താണ് ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഉപഹാരം. പാട്ട് പാടിയതിനുള്ള ഉപഹാരം എന്താണ്? നമ്മുടെ പ്രാർത്ഥനയാണ്. അതിനേക്കാളും വലുത് വേറൊന്നുമില്ലല്ലോ, അല്ലേ? അല്ല യാസീൻ? ഇൻഷാ അല്ലാഹ് ഈ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നല്ല കുട്ടിയായി നല്ല മോനായി വളരണം. മാതാപിതാക്കൾക്ക് നല്ല ഉപകാരമൊക്കെ ചെയ്യുന്ന, സമൂഹത്തിനും സമുദായത്തിനൊക്കെ നന്മ ചെയ്യുന്ന മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ ഉപഹാരം നമ്മുടെ ഭാഗത്ത് നിന്ന്. ഇൻഷാ അല്ലാഹ് നന്മയൊക്കെ നേരുന്നു. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സമയമുണ്ടെങ്കിൽ ഇപ്പൊ സ്കൂളിലേക്ക് മദ്രസക്ക് അന്ന് പോവല്ല അല്ലെ, സ്പോർട്സിന് പോവാണ്. ഇനിയിപ്പോ വരാൻ വേണ്ടി പറ്റൂലെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുനീർ ഇരുമ്പുച്ചോല എന്ന അടിയില് പിന്നെ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. ഗഫൂർ അരിമ്പുർ ഉസ്താദ് നിങ്ങൾക്ക് മൈക്ക് വേണോ? അരിമ്പുർ ഉസ്താദൊക്കെ വന്നിട്ട് റെഡിയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. എന്നിപ്പോ എനിക്ക് വിളി വന്നിട്ടില്ല. ഉസ്താദ് നിയന്ത്രിക്കും, പ്രശ്നമില്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങളൊരു ചെറിയ സഹായി ആയാൽ ഞാൻ ആ ഭക്ഷണമൊക്കെ ഇങ്ങനെ മീൻ ബിരിയാണിക്ക് കാത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കിൽ ചെയ്യുന്നു. മുനീർ ഇരുമ്പുച്ചോളം മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? ഞാനൊരു പാട്ട് പാടാം. പ്രഭയേറും തിങ്കൾ KICRE മണ്ണിൽ അഭിമാന തികവ KICRE വിണ്ണിൽ ഇൽമിന്റെ ബഹറ നിലാവിന്റെ ഒളിയായി ഇൽമിന്റെ ബഹറായി നിലാവിന്റെ ഒളിയായി അധർമ്മത്തിനെതിരായി അടരടുമണിയായി പായാകെ പൂക്കളും വിടരുകയാ മധുഹയക മലരൊളിയാ പ്രഭയേറും തിങ്കൾ KICRE മണ്ണിൽ അഭിമാന തികവ KICRE വിണ്ണിൽ ഇൽമിന്റെ ബഹറ നിലാവിന്റെ ഒളിയായി ഇൽമിന്റെ ബഹറ നിലാവിന്റെ ഒളിയായി അധർമ്മത്തിനെതിരായി അടരടുമണിയായി പാഴാകെ പൂക്കളും വിടരുകയാ മധുഹയക മലരൊളിയാ കാലത്തിൻ മാറ്റത്തെ കാതോർത്തൊരു കൂട്ടമിതാ പൈലക്സിലായി ഇത് കാതങ്ങൾ താണ്ടിയതാ കാലത്തിൻ മാറ്റത്തെ കാതോർത്തൊരു കൂട്ടമിതാ പൈലക്സിലായി ഇത് കാതങ്ങൾ താണ്ടിയതാ ഇരുളുകളകറ്റി വെളിച്ചങ്ങൾ വിതറി പുകളറയെന്നും സരണിയിൽ നിറച്ചു തണലേ തെളിയേ തണലേ എൻ തെളിയേ പ്രഭയേറും തിങ്കൾ KICRE മണ്ണിൽ അഭിമാന തികവ KICRE വിണ്ണിൽ ഇൽമിന്റെ
ബഹറ നിലാവിന്റെ ഒളിയായി ഇൽമിന്റെ ബഹറായി നിലാവിന്റെ ഒളിയായി അധർമ്മത്തിനെതിരായി അടരടുമണിയായി പായാകെ പൂക്കളും വിടരുകയാ മദ്ഹയക മലരൊളിയാം നേതൃത്വം അഭിമാനം ഉസ്താദുമാരില മുന്നേറും KICR ഇത് ജൈവിളിയായി നേതൃത്വം അഭിമാനം ഉസ്താദുമാരില മുന്നേറും KICR ഇത് ജൈവിളിയായി ഇരുളുകളകറ്റി വെളിച്ചങ്ങൾ വിതറി പുകളെറയെന്നും സരണിയിൽ നിറച്ചു തണലേ തെളിയേ തണലേ എൻ തെളിയേ പ്രഭയേറും തിങ്കൾ KICR മണ്ണിൽ അഭിമാന തികവ KICR വിണ്ണിൽ ഇൽമിന്റെ ബഹറായി നിലാവിന്റെ ഒളിയായി ഇൽമിന്റെ ബഹറായി നിലാവിന്റെ ഒളിയായി അധർമ്മത്തിനെതിരായി അടരടുമണിയായി പാഴാകെ പൂക്കളും വിടരുകയാ മദ്ഹയക മലരൊളിയാം തളരാതെ ഇൽമുകൾ പകർന്നീതാ മുന്നോട്ട് പൂക്കൾ വിരിയിച്ചു പിന്തുണയേകുന്നു തളരാതെ ഇൽമുകൾ പകർന്നീതാ മുന്നോട്ട് പൂക്കൾ വിരിയിച്ചു പിന്തുണയേകുന്നു ഇരുളുകളകറ്റി വെളിച്ചങ്ങൾ വിതറി പുകളെറയെന്നും സരണിയിൽ നിറച്ചു തണലേ തെളിയേ തണലേ എൻ തെളിയേ പ്രഭയേറും തിങ്കൾ KICR മണ്ണിൽ അഭിമാന തികവ KICR വിണ്ണിൽ ഇൽമിന്റെ ബഹറ നിലാവിന്റെ ഒളിയായി ഇൽമിന്റെ ബഹറായി നിലാവിന്റെ ഒളിയായി അധർമ്മത്തിനെതിരായി അടരടുമണിയായി പാഴാകെ പൂക്കളും വിടരുകയാ മദ്ഹയക മലരൊളിയാ പ്രഭയേറും തിങ്കൾ KICR മണ്ണിൽ അഭിമാന തികവ KICR വിണ്ണിൽ ഇൽമിന്റെ ബഹറായി നിലാവിന്റെ ഒളിയായി ഇൽമിന്റെ ബഹറായി നിലാവിന്റെ ഒളിയായി അധർമ്മത്തിനെതിരായി അടരടുമണിയായി പാഴാകെ പൂക്കളും വിടരുകയാ മദ്ഹയക മലരൊളിയാ. അസ്സലാമു അലൈക്കും. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. നല്ലൊരു പാട്ട്. അത് നമ്മുടെ പിന്നെ SKICR കുറിച്ചിട്ട് വളരെ നല്ല രീതിയിലുള്ളൊരു പാട്ടാണ്. ആരാ ഈ പാട്ട് എഴുതിയത്? മോള് തന്നെയാണ് എഴുതിയത്. ആരാണ് ഈ പാട്ടിന്റെ രചയിതാവ്? പാടിയത് മോളാണ്. എഴുത്തും ആരാണ്? പാട്ട് എഴുതി കുറിച്ചു തന്നത് ആരാണ്? നല്ല വളരെ ഉഷാറായിട്ടുണ്ട് മാഷല്ല. അത് ആയിരിക്കും. ഞാനും ഷാക്കിറുൽ ഉസ്താദ് ഞാനും മനസ്സിൽ പിന്നെ ഇങ്ങനെ വിചാരിച്ചു, പക്ഷെ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് നിങ്ങളെ പോലെ തന്നെ ഊഹിച്ചു. എന്തായിരുന്നാലും മോള് വളരെ നന്നായിട്ടുണ്ട്, ഒരു തെറ്റും കൂടാതെ. കാരണം എനിക്ക് പകുതിന്ന് കേൾക്കാൻ വേണ്ടി സാധിച്ചില്ല. ഞാനൊന്ന് DC ആയി, റെക്കോർഡൊക്കെ കൊളായി, പകുതിന്ന് കട്ടായി പോയി. നെറ്റ് എന്തോ ഇടയിൽ സംഭവിച്ചു. മാജിദ മോള് നമ്മളെ ക്ലാസ് റൂമില് പിന്നെ എല്ലാ ആഴ്ചയിലും വന്ന് പാടുന്നതാണല്ലോ മോള്. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് വളരെ നന്നായിട്ടുണ്ട്, വളരെ ഉഷാറായിട്ടുണ്ട്.
പിന്നെ എഴുതിയത് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഏതായിരുന്നാലും അത് പിന്നെ നല്ല ഒരു പിന്നെ ക്ലാസ് റൂമിനെ കുറിച്ചിട്ടൊക്കെ വളരെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെയാണ് അത് രചിച്ചതെന്ന് തോന്നുന്നുണ്ട്. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഒക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ഉപഹാരം. ഇതാണ് നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം SKIC-യിൽ നിന്നുള്ള ഉപഹാരം. ഇത് തന്നെയാണ്, പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാഹ് നല്ല ഉന്നതിയിലെത്താൻ, പഠിച്ചുകൊണ്ട് ഉന്നതിയിൽ എത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പഠിത്തത്തിൽ നല്ല ഉഷാറായി നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു ബർക്കത്ത് ചൊരിച്ച് തരട്ടെ, ഐശ്വര്യം അള്ളാഹു ചൊരിച്ച് തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കാൻ. ഇതാണ് ഏറ്റവും വലിയ സമ്മാനം. കേട്ടില്ല മോളെ? കാരണം നമുക്കിവിടെ മൈക്കിൽ നിന്ന് പിന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ഒരു പ്രോത്സാഹന സമ്മാനമായി നൽകാനുമുള്ളത് ഇത് തന്നെയാണ്. SKICR-ന്റെ പേരിൽ നന്ദി അഭിനന്ദനം അറിയിക്കുകയാണ്. വളരെ എന്താ പറയുന്നത്, കാരണം അഭിനന്ദിക്കാൻ വാക്കുകളില്ല, നന്ദി പറയാൻ വാക്കുകൾ. അത്രയും നല്ല ഉഷാറായ പാട്ടാണ്. ഞാൻ റെക്കോർഡ് വെച്ചിരുന്നു, അത് ഇടയ്ക്ക് കുളമായി ഞാൻ അവർക്ക് DCയും BC ഒക്കെ ആയിപ്പോയി. ഏതായാലും ഇൻഷാ അല്ലാഹ് അതെ എന്താണെച്ചാലും ആ രചിച്ച ആ എഴുതിയ ആൾക്കും ആ രചന ഉണ്ടാക്കിയില്ല പാട്ട് നല്ല നല്ല രീതിയിലുള്ളൊരു പാട്ടാണ്. എന്തായിരുന്നാലും അവർക്കും ഒക്കെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ അഭിനന്ദനവും നന്ദി അറിയിക്കാണ്. അവർക്കൊക്കെ അല്ലാഹു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല പാട്ടുകൾ രചിക്കുവാനും അത് ഇങ്ങനെയുള്ള നല്ല ശബ്ദത്തിന്റെ ഉടമകളായ കുട്ടികളോട് അത് പാടിപ്പിച്ച് നമുക്കൊക്കെ കേൾപ്പിക്കുവാനും സർവശക്തൻ തുണക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി കുട്ടികളാരും ഇല്ലെങ്കിൽ പിന്നെ ഷാക്കറുൽ ഉസ്താദ്, മാഷാ അല്ലാഹ് ജാഫറുൽ ഉസ്താദ്, അങ്ങനെ ഒരുപാട് ഉസ്താദുമാരൊക്കെ ഉണ്ട്. അവരൊക്കെ മൈക്കിലേക്ക് വരിക. ഞാനൊന്ന് കുട്ടടിക്കട്ടെ. ഒരു ബിരിയാണി കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ പൂച്ചന്റെ മുമ്പിൽ മീൻ വെച്ച പോലെ ഇങ്ങനെ കാത്തിരുന്ന് ഇങ്ങനെ ശ്വാസം അടക്കിയിട്ടിരുന്നിട്ടാണ് പരിപാടിയിലേക്ക്. ഞങ്ങൾക്ക് പാടല്ലോ. കുട്ടികളില്ലെങ്കിൽ പ്രശ്നമില്ല. ബീഫല്ല ഉസ്താദ്. ഞാന് ബീഫ് അതൊന്നും കഴിക്കില്ല, മീനാണ്. ഞാൻ മീനിന്റെ ആളാണ്. മീനെന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവ് കുരുന്നുകൂട്ടം പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. കുട്ടികളാരും ഇല്ലേ? കാരണം കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഈ സ്കൂൾ വെക്കേഷനും ഇതൊക്കെ അതിന്റെ പേരിൽ നാട്ടിലും അവിടെയും എവിടെയും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ പിന്നെ കുരുന്നുകൂട്ടം പരിപാടിയിൽ പൊതുവെ വളരെ കുറവാണ് കുട്ടികൾ പങ്കെടുക്കുന്നത്. ഇനിയിപ്പോ നാട്ടിൽ നിന്നൊക്കെ വന്നതിന് ശേഷം സ്കൂൾ ലീവൊക്കെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ സജീവമാകും ഇൻഷാ അല്ലാഹ്. ആരും ബേജാറാവേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള നല്ല നല്ല പാട്ടുകളൊക്കെ പാടി നമ്മുടെ ക്ലാസ് റൂമിനെ സജീവമാക്കുന്ന ഒരുപാട് നമ്മുടെ പിഞ്ചു കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് കുടുംബസമേതം നാട്ടിലായിരിക്കും. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസമല്ലേ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും അവർക്കൊക്കെ വന്ന് നമ്മുടെ ക്ലാസ് റൂമിനെ സജീവമാക്കുവാൻ, ഇവിടെ പാടി തകർക്കുവാൻ, നമ്മളെ വന്ന് ആ ഒരു വിഷമങ്ങളൊക്കെ നീക്കിത്തരാൻ അവർക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വളരെ കാരണം ഒരാഴ്ചയിൽ കിട്ടുന്ന ഒരു നല്ലൊരു സല്ലാപന ദിവസം ആണ്. മാഷാ അല്ലാഹ് വീണ്ടും വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ലൊരു പാട്ട് നമുക്ക് ഇനിയും കേൾക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മായങ്ങും റൗള കാണാനാ എന്നിൽ കൊതിയേറെയാ ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മായങ്ങും റൗള കാണാനാ എന്നിൽ കൊതിയേറെയാ ആശയുമായി ഞാനീ പൂവണിക്കോ കോനേ
ആശയുമായി ഞാനീ പൂവണിക്കു കോനേ ഹൈറാ തിരുറൗള ഞാൻ കണ്ടില്ല ഖൽബിൽ നിറഞ്ഞുള്ള ആശ പൂത്തില്ല ഹൈറാ തിരുറൗള ഞാൻ കണ്ടില്ല ഖൽബിൽ നിറഞ്ഞുള്ള ആശ പൂത്തില്ല എന്റെ ഹബീബിനായി ഞാൻ ചേർന്നില്ല എന്റെ മനമൊട്ടും കുളിർത്തതില്ല എന്റെ ഹബീബിനായി ഞാൻ ചേർന്നില്ല എന്റെ മനമൊട്ടും കുളിർത്തതില്ല എൻ കനവിൽ നബിയേ അരികിൽ വന്നണയൂ തനിയേ എൻ കനവിൽ നബിയേ അരികിൽ വന്നണയൂ തനിയേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങും റൗള കാണാനാ എന്നിൽ കൊതിയേറെയാം ഇഷ്ക എന്റെ ഖൽബ് പേജൊത്ത് പേറി ഇഷ്ടം പിന്നെ എന്നിൽ നോവുമായി മാറി ഇഷ്ക എന്റെ ഖൽബ് പേജൊത്ത് പേറി ഇഷ്ടം പിന്നെ എന്നിൽ നോവുമായി മാറി ഖൈറിൽ ചേർന്നിടാനായി ആഗ്രഹമേറി കണ്ണിൽ കാണുവാനായി എന്നും ഞാൻ തേടി ഖൈറിൽ ചേർന്നിടാനായി ആഗ്രഹമേറി കണ്ണിൽ കാണുവാനായി എന്നും ഞാൻ തേടി എന്നെ വിളിക്കല്ലേ അരികിൽ വന്നണയൂ തനിയേ എന്നെ വിളിക്കല്ലേ അരികിൽ വന്നണയൂ തനിയേ ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മായങ്ങും റൗള കാണാനാ എന്നിൽ കൊതിയേറെയാ അസ്സലാമു അലൈക്കും ഹലോ എന്നായിരുന്നാലും വളരെ നന്നായിട്ടുണ്ട് അതിന്റെ വരികൾ പിന്നെ റസൂലു ഞാൻ വിചാരിച്ച ആദ്യം ആ പാട്ടാണെന്ന് വിചാരിച്ചു എന്താണ് ഇങ്ങനെ വരികൾ മാറിപ്പോകുന്നത് എന്ന് വിചാരിച്ചു പക്ഷെ അതും ഇതും വേറെയാണ് രണ്ടും രണ്ടാണ് തിങ്കൾ ഹബീബുള്ളാഹേ ത്വയ്ബാപാദിയിൽ ജീവേ തൗഹീദൊളി നീലാവേ അർശിനും കുരിശിനും അധിപതി ഉടയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരത്തപോവേ ആ പാട്ടാണ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ വളരെ നന്നായിട്ടുണ്ട് മോള് പാടിയിട്ടുണ്ട് നല്ല ശബ്ദത്തിന്റെ ഉടമ നല്ല കാരണം നല്ല തെറ്റൊന്നും കൂടാതെ അക്ഷരങ്ങൾക്കൊക്കെ നല്ല സ്ഫുടതയോടുകൂടെ പാടുന്ന ഒരു കുട്ടിയാണ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹു നിലനിർത്തി തരട്ടെ
എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നന്ദി രേഖപ്പെടുത്താം, അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് SKCRന്റെ പേരിൽ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഒക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനിയും നല്ല പാട്ടുകളുമായി വന്ന് നമ്മുടെ ഈ ഒരു സദസ്സിനെ സജീവമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം ചൊരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു മാതാപിതാക്കൾ ബർക്കത്ത് ചൊരിച്ചു കൊടുക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അള്ളാഹ്. അബു ഹസൻ കുട്ടിയാണോ അല്ല പിന്നെ ലൈവ് മറ്റുമാണ്? നാട്ടിൽ നിന്ന് ലൈവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു മമ്മൂട്ടിക്ക നേരത്തെ. എവിടെ നിന്ന് അറിയില്ല. ലൈവ് എന്താണോ അല്ല കുട്ടിയാണോ എന്നറിയില്ല. എന്തായിരുന്നാലും ഇൻഷാ അള്ളാഹ് നന്നായിട്ട് മോള് പാടിയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതാര്? അബു ഹസൻ കുട്ടിയാണോ എന്നറിയില്ല. കുട്ടിയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അബു ഹസൻ പിന്നെ ഹസൻ മോനാണല്ലേ? ശരി, മാഷാ അള്ളാഹ്. മൈക്കിലേക്ക് വന്നോളൂ. നല്ല ഒരു അടിപൊളി പാട്ട് ആലപിക്കണം കേട്ടോ. ഇൻഷാ അള്ളാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് ഹസൻ. أنتدخلني ربي الجنة هذا أقصى ما أتمنى واتهب لي الدرجات العليا يا ذا المنة يا ربي يا ذا المنة يا رب. أن تدخلني ربي الجنة هذا أقصى ما أتمنى وتهب لي الدرجات العليا يا ذا المنة يا ربي يا ذا المنة يا رب. لا حول ولا قوة إلا بك يا ذا القوة يا مولا اصرف وابعد عني الذلة يا ذا المنة يا ربي يا ذا المنة يا رب. أن تدخلني ربي الجنة هذا أقصى ما أتمنى وتهب لي الدرجات العليا يا ذا المنة يا ربي يا ذا المنة يا رب. يا لأنائي حين ألاقي في الجنة صحبي ورفاقي يا لأنائي حين ألاقي في الجنة صحبي ورفاقي فرحين تنعم الخلاق يا ذا المنة يا ربي يا ذا المنة يا رب. أن تدخلني ربي الجنة هذا أقصى ما أتمنى وتهب لي الدرجات العليا يا ذا المنة يا ربي يا ذا المنة يا رب. وإذا مت إلهي اجعل لي في قبري نورا واغفر لي وإذا مت إلهي اجعل لي في قبري نورا واغفر لي واحشرني مع خير الرسل يا ذا المنة يا ربي يا ذا المنة يا رب. أن تدخلني ربي الجنة هذا أقصى ما أتمنى وتهب لي الدرجات العليا يا ذا المنة يا ربي يا ذا المنة يا رب. أن تدخلني ربي الجنة هذا أقصى ما أتمنى وتهب لي درجات العليا يا ذا المنة يا ربي يا ذا المنة يا رب. السلام عليكم. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹസൻ മോൻ വളരെ നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം ഞാന് പാട്ടിലേക്കല്ല കൂടുതലും ഞാൻ ശ്രദ്ധിച്ച ആ സ്വരത്തിലേക്കല്ല, ആ അക്ഷരത്തിന്റെ സ്ഫുടത. മാഷാ അല്ലാഹ്, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ.
ആ ഓരോ അക്ഷരത്തിന്റെ സ്ഫുടത, ഖാഫും ഖാഫും ഹാഉം എന്താ വളരെ വളരെ ഉഷാറായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും ഹസൻ മോന് പിന്നെ നമ്മുടെ ഇവിടെ ക്ലാസ് റൂമിൽ ഖുർആൻ ക്ലാസ്സിൽ പിന്നെ പങ്കെടുക്കാറുണ്ടോ? ഹസൻ മോന് ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ടോ? ഉണ്ടോ? ഖുർആൻ പാരായണ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ടോ? നല്ല. കാരണം പല പിന്നെ കുട്ടികളും പാട്ടുകൾ ഈ അറബി പാട്ട് പ്രത്യേകിച്ച് പാടുമ്പോഴും അതുപോലെ തന്നെ മലയാള പാട്ട് പാടുമ്പോഴും മലയാളത്തിലൊക്കെ അതിൽ കുറെ ഈ പിന്നെ അറബി അക്ഷരങ്ങളുണ്ട്. അതാരും ശ്രദ്ധിക്കാറില്ല. അത് നമ്മളൊക്കെ ഹ ആണെങ്കിലും ആ ഉച്ചരിക്കും, അയിനാണെങ്കിലും ഹാ ഉച്ചരിക്കും. നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ തന്നെ പാടുന്ന ഒരുപാട് പാട്ടുകാരുണ്ട്. ഞാന് നെട്ടിന്നിങ്ങനെ ഒരു മൗലൂദ്, ഒരു മങ്കൂസ് മൗലൂദിന്റെ ഒരു ഭാഗം കേട്ടു. എന്താ ആ പാടുന്നതിന്, ആ പാടുന്ന ആൾക്കെന്ന് അറിയില്ല. കാരണം ഒരു അക്ഷര മൊഴിച്ചലും ഇല്ലാത്ത, ഒരു അക്ഷര സ്ഫുടതയും ഇല്ലാതെ ഇങ്ങനെ പാടി ഇങ്ങനെ ആ മ്യൂസിക്കിന്റെ കൂടെ ഇങ്ങനെ അങ്ങനെ വലിച്ചു പോവാണ്. അങ്ങനെ നമ്മുടെ ഹസൻ കുട്ടി പാടിയതുപോലെ തന്നെ എല്ലാവരും കുട്ടികൾ പാടാൻ വേണ്ടി ശ്രമിക്കണം. അത് മലയാളത്തിന്റെ ഇടയിൽ ആ വാക്കുകൾ വന്നാലും അത് പിന്നെ ആ അറബി അക്ഷരങ്ങൾ അത് ശരിക്കും അതേപോലെ മൊഴിഞ്ഞുകൊണ്ട് പാടാൻ വേണ്ടി ഹസൻ ഇവിടെ പാടിയതുപോലെ ഹസൻ പാടിയതും ഹസൻകുട്ടി പിന്നെ നമ്മളെ മോന് പാടിയത് എന്ന് പറഞ്ഞാൽ അറബി പാട്ട് തന്നെയാണ്. അറബി പാട്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഹസൻ 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 ഇബ്നു അതെ. അപ്പൊ ഹസൻ ഒക്കെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അബ്ദുള്ള, നമ്മൾ വിളിക്കുന്നതാണ് അബ്ദുള്ള, അൽഫാണ് അബ്ദുള്ള. നമ്മളങ്ങനെ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒന്നും അത്ര നമ്മൾ ശ്രദ്ധിക്കാറില്ല. വളരെ നന്നായിട്ടുണ്ട് മോനെ ഹസൻ മോൻ, വളരെ ഉഷാറായിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത് തന്നെ ആ അക്ഷര സ്ഫുടതയിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി പെരുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആഫിയത്തോടുകൂടിയുള്ള ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ക്ലാസ്സിലൊക്കെ വന്ന് പാരായണം ചെയ്യാൻ വേണ്ടി മോന് ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെയുള്ള ആ അക്ഷരസ്ഫുടതയുള്ള കുട്ടികൾക്ക് ഖുർആൻ പാരായണമൊക്കെ വളരെ അനായാസം അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. റബ്ബ് നിലനിർത്തി തരട്ടെ. അവിടുത്തെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം ചൊരിച്ചു നൽകട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. SKSന്റെ പേരിൽ അഭിനന്ദനവും നന്ദിയും മോന് ആ കുടുംബത്തിന് നേരുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഉസ്താദുമാരെ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എപ്പോഴും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു ഇനിയും നല്ല നല്ല വരികളുമായി നമ്മുടെ ക്ലാസ് റൂമിനെ സജീവമാക്കാൻ നാഥൻ തുണക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഷീർ കുട്ടമ്പാറ കുട്ടിയാണോ പിന്നെ ലൈവ് ആണെന്നറിയില്ല. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ബഷീർ കുട്ടമ്പാറയ്ക്ക് മൈക്ക് കൈമാറിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് ലസീം, സ്ഥലം കൂട്ടമ്പാറ. ഞാൻ യാസീൻ ഒരു മുബീൻ വരെ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون
وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. السلام عليكم. وعليكم السلام ورحمة الله وبركاته. ما شاء الله, تبارك الله, جزاكم الله خير. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നന്നായി പാരായണം ചെയ്തിട്ടുണ്ട് മോൻ. എത്രാം ക്ലാസ്സിലാണ് മോന് പഠിക്കുന്നത്? മോന് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കേൾക്കുന്നില്ല? ബഷീർ കൂറ്റമ്പാറ. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല നല്ല പാരായണാണ് മോന്. എന്നാലും 3ാം ക്ലാസ്സിലല്ലേ? എന്തായിരുന്നാലും ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? നാട്ടിലാണല്ലോ അല്ലേ? നാട്ടിലാണല്ലോ. നാട്ടില് ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാറുണ്ടോ മോന്? 7 വയസ്സ്. 3ാം ക്ലാസ്സിലാണ്. 7 വയസ്സാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നത് കാരണം ആ പാരായണത്തിൽ നിന്ന് തന്നെ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാലും ശ്വാസത്തിനൊക്കെ കുറച്ച് പിന്നെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് കുറച്ച് വലുതായി വരുമ്പോ ഒക്കെ എന്ത് ചെയ്യും, ശരിയായിക്കോളും, പ്രശ്നമില്ല ഇൻഷാ അല്ലാഹ്. ഒരുപാട് പിന്നെ നന്നായി പാരായണം ചെയ്യാൻ വേണ്ടി മോന് ശ്രമിക്കണം. ഒരുപാട് ഇടയ്ക്ക് പിന്നെ തെറ്റുകളൊക്കെ ഉണ്ടാകുന്നതൊക്കെ ശരിയാവും ഇൻഷാ അല്ലാഹ്. വിഷമിക്കണ്ട, ഒക്കെ അള്ളാഹു സഹായിച്ചു തരും. മനസ്സിലായില്ലേ? ഖുർആനല്ലേ? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളെ പാട്ട് പാടുന്ന പോലെ മറ്റൊന്നുമല്ല. നല്ല തജ്വീദ് അനുസരിച്ച് അസ്വര മാധുര്യത്തോടു കൂടി പാരായണം ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല തുണക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തായാലും പാരായണം ചെയ്തിടത്തോളം നന്നായി പാരായണം ചെയ്ത് തെറ്റുകളൊക്കെ ഉണ്ട്. അതിപ്പോ കുട്ടികളല്ലേ, 7 വയസ്സല്ലായിട്ടുള്ളൂ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇൻഷാ അല്ലാഹ് ഹാഫിളാകാനുള്ള ഉദ്ദേശം ഉണ്ടാവും മോന്. മോന് എന്താണ് മോന്റെ പേര്? ഒന്ന് പേര് ടെക്സ്റ്റ് അടിച്ച. ഹാഫിളാകാനുള്ള ഉദ്ദേശമുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശം പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. എളുപ്പത്തിൽ ഹാഫിളാകാനുള്ള തൗഫീഖ് നാഥൻ മുഹമ്മദ് ലസീൻ മാഷാ അല്ലാഹ് പിന്നെ പെട്ടെന്ന് ഹാഫിളൊക്കെ ആയി നല്ല സ്വരമാരോദരത്തോടുകൂടി ഖുർആൻ പാരായണം ആ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സഹായിച്ചു തരട്ടെ. അള്ളാഹു അവിടുത്തെ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് അള്ളാഹു ബർക്കത്ത് ചൊരിച്ചു തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. SKACR-ന്റെ പേരിൽ അഭിനന്ദനങ്ങൾ, നന്ദി രേഖപ്പെടുത്തിയാണ്. വളരെ ഉഷാറായിട്ടുണ്ട് മോന്. കുറച്ച് പിന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അത് ചെറുതലൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പിന്നെ ഭാവിയിലൊക്കെ നന്നായിക്കോളും. പക്ഷെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. തജ്വീദ് അനുസരിച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ആ കുറ്റമറ്റ രീതിയിൽ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. ചെറുപ്പത്തിലാവുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം എളുപ്പത്തിലാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു. മുനീർ ഇരുമ്പുചോല അല്ലെ, വീണ്ടും വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമുഅലൈക്കും. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം.
അരുമ പൊന്നരുമാതെ പ്രഭയോടെ നീങ്ങി സമസ്ത പ്രതാപമോടെ സമസ്ത മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന താരകമേ വിരിച്ചു തന്നു മഹൻ സമസ്ത എന്ന പൂവിതിനെ വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന താരകമേ വിരിച്ചു തന്നു മഹൻ സമസ്ത എന്ന പൂവിതിനെ മങ്കീഷ മഹുലുബൈത്തിൻ ഹാലിറായ പൂങ്കരളെ വിശേഷം ശംസുലുലമ സമസ്തക്കെന്നും പിൻബലമേ മങ്കീഷ മഹുലുബൈത്തിൻ ഹാലിറായ പൂങ്കരളെ വിശേഷം ശംസുലുലമ സമസ്തക്കെന്നും പിൻബലമേ വിജ്ഞാന ഗോപുരമായ കണ്ണീയത്തോര സമസ്ത വിസ്മയ സമസ്തയിലേക്ക് സിയച്ച് ഹൈദ്രോസ് ഉസ്താദ് പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം കഹീദുൽ കൗമാരും പൂക്കായ തങ്ങളോരും കത്തിജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖദാവിൽ കഹീദുൽ കൗമാരും പൂക്കായ തങ്ങളോരും കത്തിജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖദാവിൽ സൈദൂമർ ബാഫഖിയും ഉമർ അലി തങ്ങളോരും സമഗ്ര കർമ്മമേക്ക് സമസ്തയുടെ പാന്താവിൽ സൈദൂമർ ബാഫഖിയും ഉമർ അലി തങ്ങളോരും സമഗ്ര കർമ്മമേക്ക് സമസ്തയുടെ പാന്താവിൽ നാട്ടിക മൂസ മുസല്യാർ പ്രയത്നിച്ച പുണ്യ സമസ്ത നേരിൻ തിരി തെളിയിച്ച കേട്ടീമാനു മുസല്യാർ ബഹുമാന ബാപ്പു മുസല്യാർ മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം പുന്നാരക്കാളം പാടി മുഹമ്മദ് മുസ്ലിയാർ കത്തിജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖദാവിൽ പുന്നാരക്കാളം പാടി മുഹമ്മദ് മുസ്ലിയാർ കത്തിജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖദാവിൽ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദോരും പൊന്നു സമസ്തയെ ചേലൂടെ വളർത്തുന്നു സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദോരും പൊന്നു സമസ്തയെ ചേലൂടെ വളർത്തുന്നു ഉമറാക്കന്മാർ ലാളിച്ചതായ സമസ്ത പാണക്കാട്ട സയ്യിദർ പരിപാലിക്കുന്ന സമസ്ത പരിഭാവനമം സമസ്ത മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം അരുമ പുണ്യരുമാലേ പ്രഭയോടെ നീങ്ങി സമസ്ത പ്രതാപമോടെ സമസ്ത മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. അസ്സലാമു അലൈക്കും. മജിദ മോള് ഡീഷാത്തല്ല, പിന്നെ കട്ടാക്കിയതാണ്. ഒരു പിന്നെ അവസാനം ഫിനിഷാണ് അല്ലേ? എന്നാലും ഇൻഷാ അല്ലാഹ് വളരെ നന്നായിട്ടുണ്ട്. മാജിദ മോളെ പിന്നെ പാട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോഴും നല്ല നല്ല വരികളുമായിട്ടാണ് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ എത്തുന്നത്. വളരെ നല്ല ആലാപനം, നല്ല ശബ്ദം. മാഷാ അല്ലാഹ്, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നല്ല നല്ല ഗാനങ്ങളുമായി പിന്നെ നമ്മുടെ ക്ലാസ് റൂമിനെ സജീവമാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ.
SKSR പേരിൽ അഭിനന്ദനങ്ങൾ പിന്നെ അറിയിക്കുകയാണ്. മജിദ മോൾക്ക് നന്ദി അറിയിക്കുകയാണ്. മജിദ മോൾക്ക് അവിടുത്തെ കുടുംബത്തിൽ അല്ലാഹു ഐശ്വര്യം ചൊരിച്ചു കൊടുക്കട്ടെ. മാതാപിതാക്കളിൽ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചൊരിച്ചു തരട്ടെ. ആ പഠിത്തത്തിലൊക്കെ അല്ലാഹു ഉന്നത പദവിയിലെത്താൻ നല്ല ഓർമ്മശക്തിയോടുകൂടെ ബുദ്ധിശക്തിയോടുകൂടെ ആ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കുവാനും പഠിച്ച് മനസ്സിലാക്കുവാനും സർവശക്തൻ തുണക്കട്ടെ. ആമീൻ എന്ന് ഈ ഉപഹാരം നൽകിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം ദിൽഷാദ് BP വന്നിട്ടുണ്ട്. കുട്ടിയാണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും അല്ലാഹു ഇരുവീട്ടിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മെ ഇതുപോലെ തന്നെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദിൽഷാദ് BPക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പച്ചപ്പട്ട് പുതച്ചൊരു മക്ബറയിൽ മുത്ത് ത്വാഹ റസൂലിന്റെ സന്നിധിയിൽ മുത്തം നൽകിടുവാൻ നബി തിരുറൗളയിൽ എന്തൊരാശയാണെന്റെ മനസ്സകമിൽ ആശ തീർത്തിടണേ റൗള കാട്ടിടണേ തൗഫീക്ക് ഞങ്ങളിലേകിടണേ ആശ തീർത്തിടണേ റൗള കാട്ടിടണേ തൗഫീക്ക് ഞങ്ങളിലേകിടണേ പച്ചപ്പട്ട് പുതച്ചൊരു മക്ബറയിൽ മുത്ത് ത്വാഹ റസൂലിന്റെ സന്നിധിയിൽ മുത്തം നൽകിടുവാൻ നബി തിരുറൗളയിൽ എന്തൊരാശയാണെന്റെ മനസ്സകമിൽ ആശ തീർത്തിടണേ റൗള കാട്ടിടണേ തൗഫീക്ക് ഞങ്ങളിലേകിടണേ ആശ തീർത്തിടണേ റൗള കാട്ടിടണേ തൗഫീക്ക് ഞങ്ങളിലേകിടണേ. അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. മുഹമ്മദ് ദാനിഷാണ് അല്ലേ? മാഷാ അല്ലാഹ് വളരെ നന്നായിട്ടുണ്ട്. നല്ല പീർ മുഹമ്മദ് സാഹിബ് അല്ലെ പാടിയ പാട്ടിന്റെ ഒരു രചനയാണെന്ന് തോന്നുന്നു അല്ലെ? തളിർമുല്ല വിധാനി ചമണിയിൽ അതല്ലേ? അതാണ് രീതി. അതിന്റെ ഇതായിരുന്നു. ഇൻഷാ അല്ലാഹ് നന്നായി പാടും. എന്റെ മോനത് അത് അത്രേ ഉള്ളു വരിയല്ല പാടി തളർന്ന ദാനിഷ്മോന് പിന്നെ പാടി തളർന്ന് അത്രയൊന്നും പാടിയിട്ടില്ല. എന്താ അത്ര പെട്ടെന്ന് തളർന്ന്? അല്ല വരികൾ അത്രേ ഉള്ളൂ, ഒരു പൂർത്തിയായ പോലെ തോന്നുന്നില്ലല്ലോ. എന്നായിരുന്നാലും ആ പാടിയതൊക്കെ വളരെ ഉഷാറായി പാടിയിട്ടുണ്ട്. നല്ല പിന്നെ ആ ശ്രുതിയൊന്നും പോയിട്ടില്ല കേട്ടാ. ശ്രുതിയും ടെമ്പവും ഒക്കെ പറയാൻ ഞാനല്ല. എന്നാലും ആ നല്ല ഇടയ്ക്ക് രണ്ടാമത്തെ വരികളൊക്കെ എടുത്ത് പാടുമ്പോഴൊന്നും പിന്നെ തെറ്റിപ്പോയിട്ടില്ല. നല്ല ആലാപനാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. നല്ല ശബ്ദം നല്ല നല്ല ശബ്ദത്തിന്റെ ഉടമയാണ്. ഇതുപോലെ തന്നെ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് പങ്കെടുക്കാറില്ലേ? ഖുർആനൊക്കെ പാരായണം ചെയ്യാലോ. ഒരു പാട്ട് മാത്രമാണോ? ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഖുർആനൊക്കെ പാരായണം ചെയ്യാൻ തജ്വീദ് അനുസരിച്ച് തെറ്റ് ഒന്നും കൂടാതെ കുറ്റമറ്റ രീതിയിൽ പാരായണം ചെയ്യാൻ വേണ്ടി പാട്ടിനേക്കാളും മുൻഗണന ഖുർആനിന് കൊടുക്കണം. അതും നല്ല രീതിയിൽ അതൊക്കെ പാരായണം ചെയ്യുമ്പോൾ പാരായണം ചെയ്യുന്ന രീതിയിൽ പാരായണം കേൾക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോ അതുകൊണ്ട് ഇതേപോലെ തന്നെ നല്ല ശബ്ദത്തിനോടെയാണ് നല്ല പിന്നെ രീതിയിൽ ഖുർആനും ഒക്കെ പാരായണം ചെയ്യാൻ വേണ്ടി മോനെ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവിടുത്തെ പഠനത്തിലും മറ്റുമൊക്കെ അല്ലാഹു ഉന്നതിയിലേക്ക് കുതിച്ചുയരുവാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൽ മാതാപിതാക്കൾക്കുമൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. SKSR പേരിൽ അഭിനന്ദനം നന്ദിയും രേഖപ്പെടുത്തണം. വളരെ നന്നായിട്ടുണ്ട് മോനെ. അടുത്ത അബു ഹസൻ മാഷാ അല്ലാഹ് വേറൊരു പാട്ടുമായിട്ട് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദിൽഷാദ് എന്ന രീതിയിലുള്ള പിന്നെ മോനും നല്ലൊരു പാട്ട്
ഇൻഷാ അല്ലാഹ് ആയിട്ട് വരണം. വീണ്ടും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കി തെരുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അബു ഹസൻ എന്ന ഐഡിയുള്ള നമ്മുടെ കുട്ടി വന്നിട്ടുണ്ട്. വീണ്ടും ഇൻഷാ അല്ലാഹ് മുഹമ്മദ് ഹസൻ അല്ലെ വന്നിട്ടുണ്ട്, ഹസൻ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിളിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എനിക്ക് ജലദോഷം, എല്ലാവരും ദുആ ചെയ്യണം. ഞാനൊരു പാട്ട് കൂടി പാടാം. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഖംസതി അർകാനിൻ ഫിദ്ദീൻ ഖൗമുൻ വസലാത്തുൻ വസകാത്തുൻ ഹജ്ജുൻ വശഹാദതൈൻ شهادة أن لا إله إلا الله وأن محمدا رسول الله إقامة الصلاة إيتاء الزكاة وصوم رمضان وحج البيت من استطاع إليه سبيلا بني الإسلام على خمسة أركان في الدين صوم وصلاة وزكاة حج والشهادتين شهادة أن لا إله إلا الله وأن محمدا رسول الله لا نعبد في الكون إلا الله ورسوله للبشر هدى بني الإسلام على خمسة أركان في الدين صوم وصلاة وزكاة حج والشهادتين السلام عليكم. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹസൻ മോൻ വളരെ നന്നായിട്ടുണ്ട്. ജലദോഷം ഉണ്ടെന്ന് ആ പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? നാട്ടിലാണല്ല ഗൾഫിലാണോ അലർജി? പിന്നെ ഈ പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ ജലദോഷവും അലർജിയും മറ്റുമൊക്കെ ശ്വാസം മുട്ടും ഒക്കെ ഉണ്ടാവും. അള്ളാഹു ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. ഞാനും അതിന് ഒരുപാട് സമയം അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം അൽഹംദുലില്ലാഹ് ഹയലിൽ വന്നതിന് ശേഷം കുറച്ച് പൊടിപടലങ്ങളുമായി ദൂരായതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് പിന്നെ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മുമ്പ് അങ്ങനെയല്ല, നിത്യവും ഗുളികയ്ക്കാതെ ഉറങ്ങൊക്കെ സാധിച്ചിരുന്നില്ല. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഹസൻ മോന് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അതെ മുമ്പ് പറഞ്ഞിരുന്നു കുട്ടി സുഖമില്ല എന്നൊക്കെ അല്ലേ? ഓക്കെ അല്ല, ഇപ്പൊ ജലദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സാഹിബ്. അതുകൊണ്ടാണ്. അപ്പോ അത് അലർജി സംബന്ധമായിട്ട് ഈ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും പിന്നെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പൂർണ്ണമായും എന്തൊരു അസുഖമാണെങ്കിലും, ജലദോഷമാണെങ്കിലും അലർജി ആണെങ്കിലും എന്താണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് പൂർണ്ണ ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനിയും നല്ല നല്ല പാട്ടുകളുമായി വന്ന് നമ്മുടെ SKSRനെ സജീവമാക്കാൻ സർവശക്തൻ തുണക്കട്ടെ. അള്ളാഹു ആഫിയത്തോടുകൂടിയുള്ള, ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാതാപിതാക്കളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി SKSRന്റെ പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ഓക്കെ, വീണ്ടും റിയാസ് വീരമംഗലം ലൈവാണോ എന്തെന്നറിയില്ല, ഒരു പാട്ട് പാടാനാണ്. നിങ്ങള് കുട്ടിയാണോ? റിയാസ് വീരമംഗലം കുട്ടിയാണോ? കുട്ടിയാണെങ്കിൽ ഓക്കെ, പ്രശ്നമല്ല. വലിയ ആള് പാടരുത്. ഇപ്പൊ നമുക്ക് പാടാം. കുട്ടികൾക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പാടാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, കുട്ടിയാണെങ്കിൽ പറഞ്ഞോളൂ മൈക്കിലേക്ക്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ആരംഭപ്പോയ മുത്തുനബിയുടെ ഹദറത്തിൽ ചെന്ന
ഞങ്ങൾക്ക് തൗഫീഖിയേകല്ല للقبات الأبرار قبات سيد الكونين أفضل غير الفريقين مولاي صل أبدا على حبيبك خير الخلق كلهم. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടിയായിരുന്നു, DC ആയി, എന്താണെന്നറിയില്ല. ഇങ്ങനെ പകുതി പാടി പോയി. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് എന്താ സംഭവം എന്നറിയില്ല, ഒരു പിടുത്തം കിട്ടിയില്ല. കുട്ടിയായിരുന്നു, അല്ല വലിയ പിന്നെ പ്രായപൂർത്തിയ കുട്ടിയാണോ എന്നറിയില്ല. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് DC പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് SKSന്റെ പേരിൽ അഭിനന്ദനങ്ങൾ നേരിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് ഹൈദര 2 മൈക്കിലേക്ക് വന്നോളൂ, പാട്ട് പാടിക്കോളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ? എന്റെ മഹത്താൻ നാട്ടിനൊരു പാട്ട് പാടുന്നുണ്ട്. സാധാരണ കൂട്ടത്തിൽ വരുന്ന ആൾ തന്നെയാണ്. സുൽത്താനെ, നീ കേൾക്കുന്നുണ്ടടാ? എന്നാ പാടിക്കോ. റെഡിയാണ്? ഫോണിലാണ്. എന്റെ പേര് സുൽത്താൻ. ഞാൻ എല്ലാം പതിക്കുന്ന ദുനിയാവേ പറഞ്ഞി നദിക്കുന്നതും അശിക്കം പെട്ടതല്ല പൊളിഞ്ഞി അതപ്പോയാൽ പഠിത്തന്നെ അവസാനമായി പെട്ടവനില്ല എല്ലാം കരിഞ്ഞില്ലാതെ മാറും പെട്ടവരില്ല പോകും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എന്താ വെച്ചാല് സാധാരണ അബ്ദുൽ സാഹിബ് പാട്ട് പാടുന്നതാണ്. ഇന്ന് അവന്റെ ഉമ്മാന്റെ വീട്ടിലാണ്. അവിടെ റേഞ്ച് കുറച്ച് കുറവാണ്. ആ സംഭവം നെറ്റിന് കുഴപ്പമില്ല, ഫോണിന് റേഞ്ചില്ലാത്ത പ്രശ്നം. ഏതായിരുന്നാലും അതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായിരുന്നാലും ഞാൻ മെക്കഡിസാക്കാണ്. മറ്റു കുട്ടികൾ വന്ന് പാടിക്കോട്ടെ. അതെ, നാട്ടിലില്ല, ഫോണിൽ തന്നെ. എന്റെ വീട്ടിലാകുമ്പോൾ ക്ലിയർ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇന്ന് അവന്റെ ഉമ്മാന്റെ വീട്ടിലായതുകൊണ്ട് അവിടെ നെറ്റ് തീരെ
റേഞ്ച് കുറവാണ്, അതാണ് സംഭവം. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ പാടിക്കോളും. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ നോക്കട്ടെ, കുറച്ചും കഴിഞ്ഞിട്ട് നോക്കട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായിരുന്നാലും നല്ല ഒരു പാട്ടായിരുന്നു. പക്ഷെ നമുക്ക് കേൾക്കാൻ കട്ടായിട്ട് നിങ്ങൾക്ക് തീരെ മനസ്സിലായിട്ടില്ല എന്താ പാടിയെന്ന്. പക്ഷെ ആ പാട്ടിന്റെ ഒരു രീതി, അത് ഈ പാട്ടിന്റെ രീതിയാണെന്ന് തോന്നുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇത്തരം മനക്കെട്ടുകൊണ്ടെങ്കിലും ആ കുട്ടിയെ കൊണ്ട് പാടിപ്പിച്ചല്ലോ. അതാണ് നമ്മുടെ ക്ലാസ് റൂമിനെ സജീവമാക്കാൻ വേണ്ടി ഒരു നെറ്റില്ലാത്ത സ്ഥലത്ത് നിന്ന് പോലും ഒരു മൊബൈലിലൂടെ സംഘടിപ്പിച്ചുകൊണ്ട് അത് നമുക്ക് കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ. ഏതായിരുന്നാലും SKSRന്റെ പേരിൽ 1000 നന്ദിയും അഭിനന്ദനം അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല ശബ്ദത്തിന്റെ ഉടമ, നല്ല ആലാപനമാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ ഇങ്ങനെ അർപ്പിക്കുകയാണ്. കാരണം എത്രയും മെനക്കെട്ടുമുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടായിട്ട് പോലും നമുക്കൊന്ന് പാടാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത് എവിടെയുള്ള കുട്ടിയെ കൊണ്ട് മൊബൈലിലൂടെ പാടിപ്പിച്ച് നമ്മൾക്ക് കേൾപ്പിച്ചല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ പാട്ട് എനിക്ക് തോന്നുന്നത് രണ്ടുപേര് മൂള ഞാൻ, അപ്പൊ അത് നമുക്ക് മനസ്സിലാവും. അതാണെന്ന് തോന്നുന്നു. റഹ്മത്തിൻ മാസം റമളാൻ വിശേഷം ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം. ആ രീതിയാണെന്ന് തോന്നുന്നു. അതിന്റെ ലിറിക് കേട്ടപ്പോ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് അല്ലെ, അതന്നെയാണെന്ന് തോന്നുന്നു. റബ്ബിന്റെ അനുഗ്രഹനോട്ടം അടിയാറിൽ വർഷിക്കും അഭിനുതമാസം. ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് 2 മാസം കഴിഞ്ഞാല് നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമളാൻ മാസം. ഇൻഷാ അല്ലാഹ് സമയത്ത് നമുക്കത് പാടാം. എന്തായിരുന്നാലും പിന്നെ ഹൈദറ എന്നടിയില ഉള്ള ആ കുട്ടി ആണ് നല്ല ഒരു പാട്ട്. പക്ഷെ നമുക്കത് നന്നായി കേൾക്കാൻ ഭാഗ്യമുണ്ടായില്ല. ഇൻഷാ അല്ലാഹ് ഇപ്പോ ഉമ്മാന്റെ വീട്ടിലാണ് നേരത്തെ ടെക്സ്റ്റ് അടിക്കുന്നുണ്ട്. ഉമ്മാന്റെ വീട്ടിൽ ആക്കണ്ട, നിങ്ങളെ വീട്ടിൽ തന്നെ നിർത്തിക്കോളും പാട്ട് പാടാൻ. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഉമ്മാന്റെ വീട്ടിലും കുടുംബത്തിലും എവിടെയൊക്കെ പോകണമല്ലോ, അതും വേണമല്ലോ. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് ക്ലാസ് റൂമിനെ സജീവമാക്കാൻ ആ പാടിച്ചുകൊണ്ട് നമ്മളൊക്കെ കേൾപ്പിച്ചല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടുത്തെ കുടുംബത്തിൽ അല്ലാഹു റഹ്മത്ത് ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ. പഠിത്തത്തിലൊക്കെ ഉന്നത പദവിയിലേക്ക് അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടിയുള്ള ആരോഗ്യത്തോടുകൂടിയുള്ള അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും SKSRന്റെ പേരിൽ നേരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തതായി ദിൽഷാദ് VP നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് വീണ്ടും. ഓക്കെ, നമുക്ക് എന്താ പാട്ടാണെന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് ദാനിഷ്. ഞാൻ പാട്ട് പാടാം. അങ്ങു മദീന പൂന്തോപ്പിൽ നറുസൂറത്ത് വീശും പൂമലരായി അന്തിയുറങ്ങും മുല്ല പൂമലരേ, ഈറുഞ്ചനയത്തും ശാന്തി തരും റഹ്മത്താൻ തിരുനബിയേ. അങ്ങു മദീന പൂന്തോപ്പിൽ നറുസൂറത്ത് വീശും പൂമലരായി അന്തിയുറങ്ങും മുല്ല പൂമലരേ, ഈറുഞ്ചനയങ്ങും ശാന്തി തരും റഹ്മത്താൻ തിരുനബിയേ. ചാലകമാണീ റൂഹ് പിരിഞ്ഞ് നിശ്ചലമാകും നേരത്ത്, 6 അടി മണ്ണ് കിളച്ചും ഖബറിനുള്ളിലടക്കും നേരത്ത്. ചാലകമാണീ റൂഹ് പിരിഞ്ഞ് നിശ്ചലമാകും നേരത്ത്, 6 അടി മണ്ണ് കിളച്ചും ഖബറിനുള്ളിലടക്കും നേരത്ത്. തുണയായി വന്നിടണേ അൻ തിരുനബിയേ, ആ ഖബറിനുള്ളിൽ പൊൻപ്രഭ വാറിടണേ അൻ ബദറിയേ. തുണയായി വന്നിടണേ അൻ തിരുനബിയേ, ആ ഖബറിനുള്ളിൽ പൊൻപ്രഭ പാറിടണേ അൻ ബദറിയേ. അങ്ങു മദീന അങ്ങു മദീന പൂന്തോപ്പിൽ നറുസൂറത്ത് വീശും പൂമലരായി അന്തിയുറങ്ങും മുല്ല പൂമലരേ, ഈറുഞ്ചനയങ്ങും ശാന്തി തരും റഹ്മത്താൻ തിരുനബിയേ.
അങ്ങു മദീന പൂന്തോപ്പിൽ ഒരു സൂറത്ത് വീശും പൂമലരായി അന്തിയുറങ്ങും മുല്ലപ്പൂമലരെ ഈ റുഞ്ചനയെങ്ങും ശാന്തി തരും റഹ്മത്താൻ തിരുനബിയെ. ഇക്കാക്ക് വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധനുഷ്മോൻ എന്താണ് അത്ര പെട്ടെന്ന് നിർത്തിയേ? കുറച്ച് സ്ലോ പാടണം കേട്ടാ. നല്ല പാട്ടാണ്. കുറച്ച് സ്ലോ, കുറച്ച് സ്പീഡ് കുറച്ചാല് വളരെ പിന്നെ നന്നായിരിക്കും. നല്ല ആരാധന, നല്ല ശബ്ദത്തിന്റെ ഉടമയാണ്. നന്നായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. ഏതായിരുന്നാലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടിയുള്ള, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ പാട്ടിന്റെ ലിറിക് എനിക്ക് തോന്നുന്നത് നമ്മുടെ പിന്നെ എ.വി. മുഹമ്മദ് സാഹിബിന്റെ ഒരു പാട്ടിന്റെ ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോ പാട്ട് എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഞാൻ പാടി കേൾപ്പിക്കുമായിരുന്നു 2 വരി. പക്ഷെ അത് ഏതാണ് എന്ന് താഹുൽ ജന്നത്തിയ റസൂലേ അതാണെന്ന് തോന്നുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് നല്ല പിന്നെ നന്നായി പാടിയിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയും നല്ല നല്ല ഗാനങ്ങളുമായി നമ്മുടെ SKACRനെ സജീവമാക്കാൻ സർവശക്തൻ തുണക്കട്ടെ. മദീനത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണല്ലോ പാടിയത്. ഇൻഷാ അല്ലാഹ് നാട്ടിലാണോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉംറയും ഹജ്ജൊക്കെ നിർവഹിക്കാൻ ആ കുടുംബത്തിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. SKACRന്റെ പേരിൽ ഷാർജയിലാണോ? മാഷാ അല്ലാഹ്. ഷാർജ എന്നൊക്കെ ആവുമ്പോ പിന്നെ ഉംറക്കൊക്കെ പെട്ടെന്ന് വരാം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ UAE-യിൽ. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള എല്ലാ വഴികളും അല്ലാഹു തുറന്ന് തരട്ടെ. എല്ലാ പിന്നെ എല്ലാവിധ ആഗ്രഹം അല്ലാഹു സഫലീകരിച്ചു തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. SKACRന്റെ പേരിൽ ഒരിക്കൽ കൂടി എല്ലാ നന്ദിയും അഭിനന്ദനങ്ങളും കടപ്പാടും അറിയിക്കുകയാണ്. ഇനിയും നല്ല പാട്ടുകാരൊക്കെ അല്ലാജി പാട്ടുകാരൊക്കെ ഷാർജയിലാണെന്ന് തോന്നുന്നു അല്ലെ തരുന്ന. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടി SKACRന്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തിയാണ്. അതാരും കുട്ടികളില്ലേ? കുട്ടികളാരുമില്ലേ? അതെ, സൽമാന് ഷാർജാണല്ലേ? മാഷാ അല്ലാഹ്. കുട്ടികളാരും ഇല്ലേ? വന്നോളി, മൈക്കിലേക്ക് വന്നോളി. അല്ല പിന്നെ വലിയ കുട്ടികൾ വരുമ്പോ ഒന്ന് കൈയടക്കാ പിന്നെ നമുക്ക് കുട്ടികൾക്ക് പാടാൻ പറ്റൂല. വയസ്സായ കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, കാത്തിരിക്കുകയാണ്. ഷാക്കറുലും ഉസ്താദ് അവിടെ ഉണ്ടാ? ഷാക്കറുലും ഉസ്താദ് നിങ്ങൾ മൈക്കിലേക്ക് ആരെങ്കിലും ഒന്നും വരും. എന്റെ പിന്നെ ബിരിയാണി അവിടെ പിന്നെ 2ാമത് ദമ്മിടേണ്ടി വരും. മനസ്സിലായില്ലേ? ബിരിയാണിക്ക് 2ാമത് ദമ്മിടേണ്ടി വരും. അതിങ്ങനെ തടുത്തു പോയിട്ടുണ്ടാവും. ഇനിയിപ്പോ വീണ്ടും ഹോട്ടലിൽ കൊണ്ട് അതിന് ദമ്മൊക്കെ ഉണ്ടായിരുന്നു. ഷാക്കറുലും ഉസ്താദ് നിങ്ങൾ മൈക്കിലേക്ക് വരും. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് കുട്ടികൾ വരുന്നെന്ന് നോക്കാം. ഞാനൊരു പാട്ട് പാടാം. പാടിയതിനു ശേഷം ഷാക്കറുലും ഉസ്താദ് മൈക്കിലേക്ക് വരണം. നിങ്ങൾ നിയന്ത്രിക്കണം. പിന്നെ അതിന് ശേഷം ദിൽഷാദ് വീണ്ടും വന്നോ? വേണ്ട, ദിൽഷാദ് വീണ്ടും വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, ദിൽഷാദ് പാടുന്നത്. കാരണം കുട്ടികൾക്ക് മുൻഗണന. നമുക്ക് പ്രശ്നമല്ല, നമ്മളെപ്പം പാടുന്ന ആളല്ലേ. കുട്ടികളെ പിന്നെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദാനിഷ് മോൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ദാനിഷ് മോന് വേണ്ടി മൈക്ക് റിലീസ് ആവണേ. السلام عليكم. نرجو نجاة بنعم الله ونسبح تسبيحا لله نشكو إليك شفاعيلا تعالي بنورك يا الله. نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله. اسمع دعوات الأمة أنت دافع بأس الدنيا نشكو إليك شفاعيلا أنت هادي بنورك يا الله أنت هادي بنورك يا الله.
نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله أسم مرادي يا الله ونريد جواب منك الله ثبت يا سراج الله وتقبل أعمالا منا نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله السلام عليكم എന്റെ കാക്കാക്ക് വേണ്ടി ദുആ ചെയ്യണം. അപസ്മാരമുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാണ് കൂടെയൊക്കെ പാടാനുണ്ടായിരുന്നല്ല? എന്താണ് അവർക്ക് പാടിക്കൂടെ? ദിൽഷാദ് മോനെ, ധനീഷ് മോനെ, അവർക്ക് പാടിക്കൂടെ? എന്താണ് എങ്ങനെ പറഞ്ഞു തരുന്നുണ്ടല്ലോ? ആരാണ്? ഇക്കാക്കയാണോ? ഇക്കാക്കക്ക് സുഖമില്ലെന്ന് പറഞ്ഞ നേരത്ത് പറഞ്ഞത് എനിക്ക് മറന്നുപോയതാണ്. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ സാദാത്യങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്തുണ്ട്. നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ ഹക്ക് ജാഹ് ബർക്കത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ ആ രോഗം എന്താണ് ഇവിടെ പറഞ്ഞ ആ രോഗത്തിന് അല്ലാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ശിഫിയാക്കണേ തമ്പുരാൻ. നീ ഷാഫിയാണ്, നീ കാഫിയാണ്. അല്ലാഹ് നീ ശിഫിയാക്കണേ തമ്പുരാനെ, നീ ശിഫിയാക്കണേ തമ്പുരാനെ. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ദാനിഷ് മോൻ വളരെ നല്ല ഒരു പാട്ടാണ് ഇവിടെ ആലപിച്ചിട്ടുള്ളത്. 2-3 പാട്ട് അല്ല 3-4 പാട്ട് കുട്ടി പാടിയിട്ടുണ്ട്. വളരെ നന്ദി.